ഹലോ നമസ്കാരം. നമുക്ക് ലൈവ് അപ്ഡേറ്റ് നോക്കാം. ലൈവിൽ ലക്ഷ്മിയുടെ തുണി എടുത്തിട്ട് ബിഗ് ബോസ് വീടിൻ്റെ പുറത്തേക്ക് എറിയുകയാണ് നമ്മുടെ ആര്യൻ. ആര്യനെ ഇവിടെ തെറ്റു പറയാൻ പറ്റത്തില്ല. അങ്ങനെ എറിയുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ഇവിടെ ലക്ഷ്മിയെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ശരിയുണ്ട്. അത് നമ്മുടെ ഈ നൂലിഴ പോലെ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ്. കാരണം ആര്യൻ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് സോഫയിൽ ഇട്ടിട്ട് പോയി. അതായത് ആര്യൻ പറയുന്നത് വാഷ്റൂമിലേക്ക് കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ വന്ന് ഇരിക്കാനായിട്ട് പറഞ്ഞു. ആ സമയത്ത് ലിവിങ് ഏരിയയിലുള്ള സോഫയിലേക്ക് ഞാൻ ആ ഡ്രസ്സ് അവിടെ കൊണ്ടിട്ടു എന്നാണ് ആര്യം പറയുന്നത്. എന്നിട്ട് ബിഗ് ബോസ് വിളിച്ചിടത്തേക്ക് പോയി. അപ്പോഴ് ലക്ഷ്മി വന്ന് നോക്കിയപ്പോൾ തുണി അവിടെ കിടക്കുന്നു. ലക്ഷ്മി വന്ന് ചോദിച്ചു, ആരുടെ ആണെങ്കിലും ഈ തുണി മാറ്റാനായിട്ട് പറഞ്ഞു. മാറ്റിയില്ലെങ്കിൽ ഞാൻ അതെടുത്ത് താഴെ ഇടുന്നെന്നും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. ആരും അങ്ങ് പോയതുമില്ല. ഈ ഒരു കാര്യം ആര്യനൊട്ടും കേട്ടതുമില്ലേ. ലക്ഷ്മി അതെടുത്ത് താഴെ ഇട്ടു. തൻ്റെ വൃത്തിയുള്ള തുണി, അതായത് കുളിച്ചിട്ട് മാറാനായി എടുത്തു വെച്ച ഡ്രസ്സ് താഴെ ഇട്ടതിൽ പ്രതിഷേധിച്ചിട്ട് നമ്മുടെ ആര്യൻ എന്ത് ചെയ്തു, വലിയ വഴക്ക് തന്നെ അവിടെ ഉണ്ടാക്കി. പോരാത്തന്നെ ലക്ഷ്മിയുടെ ബെഡ്ഷീറ്റ്, തലയണ, പുതപ്പ് തുടങ്ങി സകലതും വലിച്ചെറിയുകയും ചെയ്തു. അതുപോലെ ഈ കബോർഡിനകത്തൊക്കെ വെച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് വെളിയിൽ കളഞ്ഞു. പിന്നെ പുറത്തിറങ്ങി പോയിട്ട് അലക്കിയിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിൻ്റെ ഒരു പീസ് എടുത്തിട്ട് പുറത്തേക്ക് എറിഞ്ഞു. ഇവിടെ ലക്ഷ്മി പറയുന്നത് ലിവിങ് ഏരിയ സോഫയിൽ തുണി ഇടുന്നത് ശരിയല്ല, അത് കറക്റ്റാണ്, അങ്ങനെ ഇടാൻ പാടില്ല എന്ന് കരുതിയിട്ട് അത് എടുത്ത് തറയിലിട്ടത് ലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റായിപ്പോയി. ഒന്നുകിൽ അത് എടുത്തിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കാമായിരുന്നു, എന്നാൽ അത് ആര്യൻ്റെ അടുത്ത് പോയി പറയാമായിരുന്നു. എന്നാൽ ഇവിടെ ആര്യൻ എന്താ ചെയ്തത്, ആര്യൻ്റെ ഒരു ഡ്രസ്സ് മാത്രമല്ലേ താഴെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ആര്യൻ ചെയ്തെന്നാ ലക്ഷ്മിയുടെ സകലമാന സാധനങ്ങൾ എടുത്തിട്ട് വലിച്ചെറിയുകയും പുറത്തേക്ക് എറിയൊക്കെയല്ലേ ചെയ്തിട്ടുള്ളത്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. രണ്ടുപേരെയും കുറ്റം പറയാനും പറ്റത്തില്ല. കുറ്റം പറയണമെന്ന് വെച്ചാൽ പറയാൻ വേണം.